തഹ്ലീൽ സമർപ്പണം നടക്കുകയാണ്. അപ്പൊ ഈ മാസത്തിൽ നമ്മളുടെ ഇന്ദ്രാജയിലെ കരുത്തരായ SYSന്റെയും SSFന്റെയും പ്രവർത്തകര് സംഘടിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഈ മാസം എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. മഹാരഥന്മാരായ ആലിമീങ്ങളുടെയും സാദാത്യങ്ങളുടെയും മേൽനോട്ടം നമ്മളുടെ നാട്ടിലേക്ക് എന്നും ഉണ്ടാകുമെന്നതിൽ സംശയമില്ലല്ലോ. നമ്മളുടെ താജുൽ ഉലമ നമ്മളുടെ നാട്ടിന് നേതൃത്വം നൽകിയ നമ്മളുടെ നാട്ടിലെ ഖാദിയായിരുന്നു മഹാനവരുകള്. ആ താജുൽ ഉലമയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. 6 പതിറ്റാണ്ടിലേറെ കാലം ഇവിടെ ദീനീ ബോധം നൽകി ദീനീ പ്രബോധന രംഗത്ത് ഇവിടെ ദീനീ പ്രബോധനത്തിന് വേണ്ടി സ്വന്തം നാടും കുടുംബവും എല്ലാം ത്യാഗം ചെയ്ത് ഇവിടെ ദീനീ പ്രബോധനത്തിന് വേണ്ടി നമ്മളുടെ നാട്ടില് ദക്ഷിണ കന്നഡ ജില്ലയിലെത്തിയ ദക്ഷിണ കന്നഡ ജില്ലയിൽ 6 പതിറ്റാണ്ടിലേറെ കാലം ഇവിടെ ദീനീ പ്രബോധനം നടത്തിയ താജുൽ ഉലമ അന്ന് വേണ്ട പോലെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. തുടക്കകാലത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അന്നത്തെ കാലം അന്നത്തെ സാഹചര്യം അത് എങ്ങനെയായിരുന്നു? മഹാനരായ താജുൽ ഉലമ അവരുകളതാ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ ദീനീ പ്രബോധനം നടത്തി. ഇന്ന് ദക്ഷിണ കന്നഡ ജില്ല എന്തുകൊണ്ടും സുന്നത്ത് ജമാഅത്തും ദീനിന്റെ യഥാർത്ഥമായ ആശയം പിന്തുണക്കുന്ന ഒരു നാടായി നമ്മളുടെ ദക്ഷിണ കന്നഡ ജില്ലയും കർണാടകയിലെ പല ഭാഗങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾക്ക് മറക്കാൻ കഴിയില്ല. അതാണ് താജുൽ ഉലമ. ഇവിടെ എങ്ങനെയാണ് പള്ളി ഉണ്ടാക്കേണ്ടത്? എവിടെയാണ് പള്ളി ഉണ്ടാക്കേണ്ടത്? മദ്രസ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? മദ്രസ എന്താണ്? പള്ളി എന്താണ്? ബഹുമാനം എന്താണ്? ആലിമീങ്ങൾ എന്താണ്? ദീൻ എന്താണ്? എല്ലാ നിലക്കും എല്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് നമ്മളുടെ ഉപ്പാപ്പമാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് താജുൽ ഉലമയായിരുന്നു. ആ താജുൽ ഉലമയുടെ അനുസ്മരണം നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മളുടെ മഹല്ലിന് കുറെ കാലം ഖാദിയായി നേതൃത്വം നൽകിയ താജുൽ ഉലമ, ആ താജുൽ ഉലമയുടെ പൊന്നോമന പുത്രൻ സയ്യിദുനാ കൂറത്ത് തങ്ങൾ ഇന്ന് നമ്മളുടെ നാട്ടിലേക്ക് ഖാദിയായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ മഹാനരായ സയ്യിദ് അവരുകള് ഏതാനും സമയങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് എന്റെ ദീനീ സ്നേഹികളെ, സദസ്സ് വിട്ട് ദൂരെ നിൽക്കുന്ന മുഴുവൻ സ്നേഹിതന്മാരും സദസ്സിൽ കയറിയിരിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ പരിപാടിക്ക് അകമയിഞ്ഞ് സഹായിച്ചവരുണ്ട്, സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, അതിനുവേണ്ടി സഹായിച്ച ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ വയസ്സന്മാരുണ്ട്, കാരണവന്മാരുണ്ട്, യുവാക്കളുണ്ട്. ഇവിടെ രാത്രി പകലെന്നില്ലാതെ കഠിനാധ്വാനം ചെയ്ത നമ്മളുടെ നാട്ടിലെ യുവാക്കളും വയസ്സന്മാരുമുണ്ട്. അല്ലാഹുവേ, ഈ ഒരുപാട് മഹാന്മാരെ അനുസ്മരിക്കുന്ന ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവരുടെ വീട്ടിലും കുടുംബത്തിലും കച്ചവടങ്ങളിലും ജോലികളിലും മക്കളിലും നീ ഖൈറും സലാമത്തും സന്തോഷവും ബറക്കത്തും നൽകണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്ത് കവറുകൾ ഇന്നലെയും മുഞ്ഞാനുമായി ഏൽപ്പിച്ച കവറുകൾ അതിൽ നല്ല ഒരു സംഭാവന നിക്ഷേപിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള സ്വർണങ്ങൾ അതിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ പള്ളി ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്നതിന് വേണ്ടി ഇതിനൊരു സ്ഥിര വരുമാന മാർഗം ആവശ്യമാണ്. നമ്മളുടെ നാട് ചെറിയ നാടാണ്, സാമ്പത്തികമായി വളരെ പിന്നോട്ട് നിൽക്കുന്ന നാടാണ്. ഇവിടെ പള്ളിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവിടെ പള്ളിക്കൊരു സ്ഥിരമായ വരുമാന മാർഗമായ നിലക്ക് ഒരു കെട്ടിടം പണിയാൻ നമ്മളുടെ നാട്ടുകാർക്ക് വളരെ അതിയായ ഒരു ആഗ്രഹമുണ്ട്. അത് സഫലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന നല്ല സഹായം നിങ്ങളിൽ